നമസ്കാരം. തൊണ്ടിമുതൽ അട്ടിമറിച്ച കേസിൽ തടവ് ശിക്ഷ ലഭിച്ചതോടെ ആന്റണി രാജുവിന് നിയമസഭാ അംഗത്വം നഷ്ടമായി. അയോഗ്യനാക്കിക്കൊണ്ടുള്ള നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ പുറത്തിറക്കും. 3 വർഷമാണ് ആന്റണി രാജുവിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇനിയുള്ള 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനെന്നാണ് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി. ഇത് പ്രകാരം ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമാകും. മേൽക്കോടതികളിലേക്ക് പോയി വിധിക്ക് സ്റ്റേ നേടിയാലും അയോഗ്യത നിലനിൽക്കുമെന്നതാണ് മറ്റൊരു കാര്യം. തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. കോടതി വിധിയിൽ പ്രതികരിച്ച് ആന്റണി രാജു രംഗത്തെത്തിയിരുന്നു. കോടതിയിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാറുണ്ടെന്നായിരുന്നു ആന്റണി രാജു പറഞ്ഞത്. ലഹരി കേസിലെ പ്രതിയെ രക്ഷിക്കാനായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധിയും മുൻ കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയ കുറ്റമാണ് തെളിയിക്കപ്പെട്ടത്. കേസിൽ 2ാം പ്രതിയാണ് ആന്റണി രാജു. 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 2 പാക്കറ്റ് ചരസുമായി ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലാകുന്നത്. ഈ കേസിലെ പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടത് കോടതി കസ്റ്റഡിയിലിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചതിനെ തുടർന്നെന്നായിരുന്നു കണ്ടെത്തൽ. തിരുവനന്തപുരത്ത് അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു കോടതിയിലെ ക്ലർക്കിനെ സമീപിച്ച് തൊണ്ടി മുതൽ മാറ്റുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. IPC 120B, 201, 193, 409, 34 എന്നീ ഗൗരവകരമായ വകുപ്പുകളാണ് ആന്റണി രാജുവിനെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അടിവസ്ത്രത്തിന്റെ അളവിൽ വന്ന വ്യത്യാസം കാരണം പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കോടതി ജീവനക്കാരനായ ജോസുമായി ചേർന്നായിരുന്നു ആന്റണി രാജു ഈ ഗൂഢാലോചന നടത്തിയത്. ശിക്ഷാവിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെങ്കിലും ഇത് രാഷ്ട്രീയമായി എത്രത്തോളം ഗുണകരമാകുമെന്ന് ഉറപ്പില്ല. സാധാരണയായി മേൽക്കോടതികൾ ശിക്ഷ നടപ്പിലാക്കുന്നത് സ്റ്റേ ചെയ്യാറുണ്ടെങ്കിലും കുറ്റക്കാരനാണെന്ന വിധി സ്റ്റേ ചെയ്യാറില്ല. വിധിക്ക് സ്റ്റേ ലഭിക്കാത്ത പക്ഷം അദ്ദേഹത്തിന്റെ അയോഗ്യത നിലനിൽക്കും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു അഭിഭാഷകനായിരിക്കെ ചെയ്ത നിയമലംഘനം മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മുന്നിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ കോടതി അദ്ദേഹത്തിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 2 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിച്ച ജനപ്രതിനിധിക്ക് ഉടനടി തന്നെ അംഗത്വം നഷ്ടമാകും. ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഈ നിയമം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. നിലവിൽ MLA സ്ഥാനം തെറിച്ചതിനോടൊപ്പം ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാനും കഴിയില്ല. അപ്പീലിൽ ഹൈക്കോടതിയുടെ വിധിയാകും ഇനി നിർണായകം. ആന്റണി രാജു നിയമക്കുരുക്കിലായതോടെ LDFിലെ ഘടകകക്ഷിയായി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പക്കലുള്ള തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് തിരിച്ചുപിടിക്കാനും BJP അക്കൗണ്ട് തുറക്കാനും ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ സീറ്റ് നിലനിർത്താൻ CPM നേരിട്ട് രംഗത്തിറങ്ങിയേക്കും.